ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദി ഷാഡോ 46-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. പുലർച്ചെ DIG റാംസാറിൻ്റെ വസതിയിലേക്കുള്ള യാത്രയിലായിരുന്നു അപ്പനും മകളും. ജയദേവനോടൊപ്പമുള്ള ഓരോ യാത്രയും ആമിക എന്നും ആസ്വദിച്ചിരുന്നു. അപ്പോഴൊക്കെ അവളൊരു കൊച്ചുകുട്ടിയെ പോലെ വാതോരാതെ സംസാരിക്കാറുമുണ്ട്. എന്നാൽ ആ പുലർച്ചയിൽ അന്തരീക്ഷത്തിൽ അസാധാരണമായ എന്തോ ഒരു നിശബ്ദതയുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആമികയുടെ ഫോൺ അവരെ ഞെട്ടിച്ചുകൊണ്ട് മുഴങ്ങിയത്. അജ്ഞാതമായ ഒരു നമ്പറിൽ നിന്നുള്ള കോൾ. ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയ ആമികയുടെ കണ്ണുകളിൽ ഒരു നിമിഷത്തെ ആശങ്ക മിന്നിമറഞ്ഞു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. മോളെ ആമിക, ഇത് കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന അസാധാരണമായ വിറയൽ അവളുടെ മുഖത്ത് നേരിയൊരു ഭയം നിറച്ചു. ആ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ജയദേവൻ ചോദ്യരൂപത്തിൽ അവളെ നോക്കി. അച്ഛനായിരുന്നോ? അച്ഛ, ഞങ്ങൾ നാട്ടിലില്ല. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യത്തിന് എനിക്ക് ഇന്നലെ തന്നെ തിരികെ ഡ്യൂട്ടിയിൽ കയറേണ്ടി വന്നു. എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് അവിടെ എത്തിയൊന്ന് പറയാൻ പോലും പറ്റിയില്ല. എന്താ അച്ഛ, എന്തെങ്കിലും അത്യാവശ്യം? മോൾ അന്വേഷിക്കുന്ന പയ്യനില്ലേ, ആ പീറ്റർ? ഇന്നലെ മോള് പോയതിന് തൊട്ടു പിന്നാലെ അവനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. മോൾ അന്വേഷിക്കുന്നത് ആരെയാണെന്ന് അവൻ ചോദിച്ചു. അതോടൊപ്പം ആമിക എന്നാണല്ലോ മോളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്ന് അവൻ പറയുകയും ചെയ്തു. ഞാൻ പക്ഷേ ഒന്നും സമ്മതിച്ചു കൊടുത്തില്ല. കൊച്ചച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ആമികയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അയാളിപ്പോൾ എവിടെയുള്ളത്? എവിടെയാ താമസം? എന്തു ചെയ്യുന്നു? അതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആമികയുടെ ശബ്ദത്തിൽ ആകാംക്ഷയും അടങ്ങാത്ത ജിജ്ഞാസയും നെള്ളിച്ചു. അയാളൊരു പത്രപ്രവർത്തകനാണെന്നാണ് പറഞ്ഞത്. എറണാകുളത്ത് എവിടെയോ ആണത്രേ. അയാളെ ബന്ധപ്പെടാൻ നമ്പറൊന്നും തന്നിട്ടില്ല. പക്ഷേ ഇനിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? കൊച്ചച്ഛൻ്റെ ചോദ്യത്തിൽ അല്പം ഭയമുണ്ടായിരുന്നു. ആമിക ഒരു നിമിഷം സ്തംഭിച്ചുപോയി. പീറ്റർ, തൻ്റെ ഏട്ടൻ്റെയും ക്ലാര ചേച്ചിയുടെയും ഒപ്പം കാണാതായ ഏട്ടൻ്റെ ഉറ്റ സുഹൃത്ത്. അവനെ അന്വേഷിച്ച് താൻ എത്രയോ നാളുകൾ അലഞ്ഞു നടന്നിരിക്കുന്നു. ആ പീറ്റർ തന്നെ തേടി വന്നിരിക്കുന്നു എന്നത് അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അപ്പോൾ അവനോടൊപ്പം എൻ്റെ ഏട്ടനും ക്ലാര ചേച്ചിയും ഉണ്ടാകുമോ? താൻ അന്വേഷിച്ചു പോകാത്ത തന്നെ അയാൾ തന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായും ഒരു വലിയ കാരണമുണ്ടാകും. മനസ്സിൽ ദുരൂഹതകളുടെ കാർമേഘങ്ങൾ കനം തൂങ്ങിയപ്പോൾ അവൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു, അച്ഛാ, ഇനി അയാൾ വന്നാൽ എങ്ങനെയെങ്കിലും അയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കണം. സാധിക്കുമെങ്കിൽ അയാളുടെ നമ്പർ കൈക്കലാക്കണം. എനിക്കിപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. എന്തെങ്കിലും പുതിയ വിവരം കിട്ടുകയാണെങ്കിൽ ഉടനെ അറിയിക്കണേ. ഫോൺ വെക്കുന്നതിന് മുമ്പ് അവൾ ആ ശബ്ദത്തിൽ അല്പം നനവ് പടർത്തി കൂട്ടിച്ചേർത്തു. പുതിയ ദൗത്യം വളരെ കഠിനമായതാണച്ചാ. ഒന്ന് ആഞ്ഞു പ്രാർത്ഥിച്ചേക്കണേ. ആരാ മോളെ? ഞാൻ അറിയേണ്ടതായി എന്തെങ്കിലും ഉണ്ടോ? മകളുടെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജയദേവൻ ചോദിച്ചു. യെസ് ഡാഡി, സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, ആമിക ഗൗരവത്തോടെ പറഞ്ഞു. നമ്മൾ അവിടെ നിന്നും പോന്ന അതേ സമയം തന്നെ പീറ്റർ കൊച്ചച്ഛനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസങ്ങൾ ആ നാട് മൊത്തം അലഞ്ഞിട്ടും അയാളെക്കുറിച്ച് എനിക്ക് ഒരു തുമ്പും കിട്ടിയിരുന്നില്ല. അങ്ങനെയുള്ളവൻ പെട്ടെന്ന് എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവൾ അല്പനേരം ആലോചനയോടെ തുടർന്നു. അയാൾ ഇപ്പോൾ ഒരു പത്രപ്രവർത്തകനാണെന്നാണ് അച്ഛൻ പറയുന്നത്. അതുമാത്രവുമല്ല, ആ നാട്ടിൽ മറ്റാർക്കും അറിയാത്ത എൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി അയാൾ മനസ്സിലാക്കുകയും ചെയ്തു. സത്യത്തിൽ അന്ന് അവിടെ അവൻ മറഞ്ഞു നിൽക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തോ വലിയൊരു രഹസ്യമുണ്ട് ഡാഡി. സംസാരം അത്രയും ആയപ്പോഴേക്കും അവരുടെ കാർ DIG റാംസാറിൻ്റെ വിശാലമായ വസതിക്ക് മുന്നിൽ വന്നു നിന്നു. അവർ കോളിംഗ് ബെൽ അടിച്ചു കാത്തുനിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അല്പം മങ്ങിയ മുഖത്തെ പരിചിതമായ ചിരിയുമായി വീട്ടിലെ വേലക്കാരി ജാനു വാതിൽ തുറന്നു. വരൂ സാറേ, അകത്തിരിക്കാം. ഇത്ര വലിയൊരു സംഭവം നടന്നിട്ടും നിങ്ങളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. നിങ്ങളിവിടെ ഇല്ലായിരുന്നോ? സോഫയിലേക്ക് ഇരിക്കാൻ തുടങ്ങും മുൻപേ ജാനുവിൻ്റെ ചോദ്യം വന്നു. നാട്ടിൽ പോയിരുന്നു. ഫോണിനോട് റേഞ്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും അറിഞ്ഞില്ല. ഇന്നലെയാണ് അറിഞ്ഞത്. ജയദേവൻ മറുപടി പറഞ്ഞു. അവർ സാവധാനം അകത്തേക്ക് നടന്നു. ആമികയുടെ കണ്ണുകൾ മേശപ്പുറത്ത് പുഞ്ചിരിയോടെ തങ്ങൾക്ക് നേരെ നോക്കുന്ന നോവയുടെ മുഖത്ത് പതിഞ്ഞു. അവൾ മരിച്ചുപോയെന്ന് വിശ്വസിക്കാൻ ആ മനസ്സ് വിസമ്മതിച്ചു. ആ കണ്ണുകൾ ഇപ്പോഴും എന്തൊക്കെയോ പറയാൻ വെമ്പി നിൽക്കുന്നത് പോലെ. ഒരിക്കൽ താൻ അവഗണിച്ച് കടന്നുപോയ ആ കൊച്ചു വാക്കുകൾ എവിടെ നിന്നെങ്കിലും ഒന്നുകൂടി കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. ആരാ അവിടെ? നോവക്കുട്ടി എത്തിയോ ജാനു? അകത്തു നിന്നും വർഷയുടെ ശബ്ദം കേട്ടു. മേഡം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ആരോടും ഒന്നും സംസാരിക്കാറില്ല.
എപ്പോഴും മോളെത്തിയോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. പാവം, സാറിൻ്റെ അവസ്ഥ അതിലും കഠിനം. ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാതെ തകർന്ന ഭാര്യയ്ക്ക് കാവലിരിക്കുകയാണ് അദ്ദേഹം. ജാനുവിൻ്റെ ശബ്ദമിടറി. ജാനു ചേച്ചി ആകെ ക്ഷീണിച്ചു പോയിരുന്നു. കണ്ണുകൾ കുഴിഞ്ഞു, കവിളുകൾ ഒട്ടി. അവരാകെ തളർന്നിരിക്കുന്നു. നോവ അവരുടെയും ജീവനായിരുന്നു എന്നത് അവരുടെ മുഖത്തെ നോവിൽ നിന്ന് വ്യക്തമായിരുന്നു. ഞാൻ ചെന്ന് സാറിനെ പറഞ്ഞു വിടാം. മാഡത്തിനൊപ്പം എപ്പോഴും ഒരാൾ വേണം. ജാനു അത് പറഞ്ഞ് അകത്തേക്ക് നടന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അകത്തുനിന്ന് ഒരു മനുഷ്യക്കോലം പുറത്തേക്ക് വന്നു. താടിയും മുടിയും വളർത്തി കണ്ണുകളുടെ പ്രഭ മുഴുവൻ നഷ്ടപ്പെട്ട ആകെ തകർന്നു പോയൊരു മനുഷ്യൻ. റാംസാറിൻ്റെ അവസ്ഥ കണ്ട് ആമിക ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ആദരവോടെ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു. സർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നും അറിഞ്ഞില്ല. സോറി. വാക്കുകൾ മുറിഞ്ഞു പോകുമ്പോൾ ആമികയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ വീടിൻ്റെ ചുമരുകളിൽ നിന്നുപോലും വേദനയും ദുരൂഹതയും ഒലിച്ചിറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. ഇരിക്കും മോളെ. വാത്സല്യത്തോടെ അവളുടെ കൈകളിൽ സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം സോഫയിലേക്ക് തളർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വിറയ്ക്കുന്ന വിരലുകൾ ആമികയുടെ കൈകളിൽ ഒരു നിമിഷം തങ്ങി നിന്നു. സാറേ, സാറിൻ്റെ നഷ്ടങ്ങളെ നികത്താൻ എനിക്കാകില്ല. പക്ഷേ ഈ വേദനയിൽ സാറിൻ്റെ നിഴല് പോലെ ഇനിയുള്ള ഓരോ നിമിഷവും ഞങ്ങളൊപ്പമുണ്ടാകും. വിധി അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം തീരാദുഃഖങ്ങളെ അതിജീവിക്കാൻ മനുഷ്യർക്ക് ഒരല്പം സമയം വേണ്ടിവരും. സമാധാനിക്കണം. വർഷ മേഡത്തിന് താങ്ങായി സാർ മാത്രമേ ഉള്ളൂ. അത് മറന്നു പോകരുത്. ജയദേവൻ വാക്കുകൾ അതീവ കരുതലോടെയും വേദനയോടെയും പങ്കുവച്ചു. ഞാൻ VRS എടുത്താലോ എന്ന് ആലോചിക്കുക ജയ. പറ്റുന്നില്ലടാ. എൻ്റെ മോള് പോയി. ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരാമോ? അത് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന് നീർമുത്തുകൾ അടർന്നു വീണു. ഒരു ഉദ്യോഗസ്ഥൻ്റെ ഗാംഭീര്യമെല്ലാം ആ കണ്ണുനീർ കടലിൽ മുങ്ങിപ്പോയിരുന്നു. ആമിക അദ്ദേഹത്തിന് അരികിലേക്ക് അല്പം കൂടി ചേർന്നിരുന്നു. അങ്കിൾ, പ്ലീസ്. അവളുടെ ശബ്ദമിടറിയിരുന്നു. ജയ, നിന്റെ മോളെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഇവൾക്ക് എൻ്റെ നോവയുടെ ഗന്ധമുണ്ട്. പണ്ടൊക്കെ അവൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് ഇവൾക്കൊപ്പമല്ലേ? വികാരഭരിതമായ ആ വാക്കുകൾക്കൊപ്പം റാം ആമികയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരു പിതാവിൻ്റെ നെഞ്ചിലെ ആത്മരോധനമായിരുന്നു അത്. മോളെ നോവ, നീ വന്നോ? എവിടെയായിരുന്നു അമ്മയുടെ കുട്ടി? എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. പെട്ടെന്ന് ആ മുറിയിൽ മുഴുകിയ ആ ചോദ്യത്തിൽ ആമികയും ജയദേവനും ഞെട്ടിത്തിരിഞ്ഞു. വർഷ, ചിതറിയ മുടിയും ഭ്രാന്തമായ തിളക്കമുള്ള കണ്ണുകളും വിറയ്ക്കുന്ന അധരങ്ങളുമായി ഒരു ഭ്രാന്തിയെ ഓർമ്മിപ്പിക്കുന്ന രൂപം. ജാനു, നീ വർഷയെ അകത്തേക്ക് കൊണ്ടുപോ. എനിക്കിവരോട് അല്പം സംസാരിക്കാനുണ്ട്, റാം അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു. റാം, നീ വീണ്ടും മോളെ ഒളിപ്പിച്ച് വെക്കാനുള്ള പണിയാണല്ലേ? സമ്മതിക്കില്ല ഞാൻ. ഇനിയും നീ എൻ്റെ മോളെ എന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ ഞാൻ നിന്നെ കൊല്ലും. വർഷയുടെ കൈകൾ സമീപത്തുള്ള ഫ്ലവർ വേസിൽ പിടിമുറുക്കി. അവരുടെ ഭ്രാന്തമായ ഭാവമാറ്റത്തിൽ ജയദേവനും ആമികയും ഒരു നിമിഷം സ്തംഭിച്ചു പോയി. മോളെ, നോവ അവളിനി എവിടെയും പോകില്ല. അവളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അവളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. കണ്ണീരോടെ അത് പറഞ്ഞ് പിടയുന്ന വർഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റാം സാവധാനം അകത്തേക്ക് നടന്നു. ആ മനുഷ്യൻ്റെ തോളുകൾ ഭാരത്താൽ കുനിഞ്ഞിരുന്നു. അവർ പോയ കാഴ്ച നോക്കി നിൽക്കുമ്പോൾ ആമികയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അവൾ ജയദേവനെ നോക്കി. ആ കണ്ണുകളിൽ തളർച്ചയും നിസ്സഹായ അവസ്ഥയും നിറഞ്ഞു നിന്നു. ഡാഡി, എനിക്ക് ഈ കേസ് അന്വേഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതുപോലെ കണ്ടു നിൽക്കാൻ എനിക്കാവുന്നില്ല. പിന്നെ എങ്ങനെയാ ഞാൻ? ആമികയുടെ ശബ്ദത്തിൽ ഒരു വലിയ ലോകം തകരുന്നതിൻ്റെ വേദന അലയടിച്ചു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.